കാത്തിരുന്ന ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ ഇതാ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ മക്കൾ എല്ലാവരും ആ ടൈം ടേബിൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എക്സാക്ട്ലി ഇപ്പൊ ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം വേഗം പോയിട്ട് ആ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ വന്ന സമയത്ത് ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുക എല്ലാ സബ്ജക്ട്സിനും പഠിക്കാനുള്ള ദിവസങ്ങളുണ്ടോ. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണോ, അതോ എക്സ്പെക്ട് ചെയ്തതിന് നേരെ തിരിച്ച് അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളതെന്ന് വേഗം തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാമിന് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഈ ടൈം ടേബിൾ പ്രകാരം എനിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നൊന്നും നമുക്ക് നോക്കണ്ടേ. അതാണ് നമ്മൾ ഇതാ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ടൈം ടേബിളിലെ ഏറ്റവും ആദ്യം നമ്മൾ കിട്ടിയപ്പോൾ തന്നെ നെറ്റിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 20-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ദേ നമ്മുടെ എക്സാം തുടങ്ങുന്നത് എന്നാണ്, 18-ാം തീയതിയാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത്. അപ്പൊ തന്നെ എല്ലാവരും ഒന്ന് പാനിക്കായി, അയ്യോ പഠിക്കാൻ ദിവസങ്ങളില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ ഉള്ളിൽ ഒരു ടെൻഷൻ കയറി, കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. എല്ലാവരും ആകെ ടെൻസ്ഡ് ആണ് ഇപ്പോൾ, കാരണം പഠിക്കാൻ ദിവസം ഇല്ല എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ അല്ലേ. അപ്പൊ ഇതാ 18-ാം തീയതിയാണ് നമ്മുടെ എക്സാം. ആദ്യത്തെ എക്സാം തന്നെ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നമ്മുടെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. ആഫ്റ്റർനൂൺ ആണ്, ഒരുവിധം എല്ലാ എക്സാംസും നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ആകെ ഒരു എക്സാം മാത്രമാണ് നിങ്ങൾക്ക് ഫോർനൂൺ വരുന്നുള്ളൂ, നേരത്തെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഏകദേശം ആഫ്റ്റർനൂൺ തന്നെയാണ് വരുന്നത്. ദെൻ 18-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 19-ാം തീയതി, ഇതിനിടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. 19-ാം തീയതി നിങ്ങൾക്ക് വരുന്ന ഇംഗ്ലീഷിന്റെ എക്സാം ആണ് നിങ്ങൾക്ക് 19-ാം തീയതി വരുന്നത്. അതുപോലെ തന്നെ 20th വരുന്ന നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഏതാണ്, ഹിന്ദിയാണ്. 20th നിങ്ങൾക്ക് ഏതാണ്, ഹിന്ദിയുടെ എക്സാം ആണ്, അതും ആഫ്റ്റർനൂൺ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് 21st നമ്മുടെ ആദ്യത്തെ ഒരു സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ എന്ത് വരുന്നത്, മാത്സ് വരുന്നത്. അതെന്നാണ് വരുന്നത് മക്കളെ, 21st. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മാത്സ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു സാറ്റർഡേയോ സൺഡേയോ ഒന്നും കിട്ടുന്നില്ല അല്ലെ. 21st എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമ്മൾക്ക് എന്താണ്, നമ്മുടെ വ്യാഴാഴ്ചയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലെ. അപ്പൊ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അടുപ്പിച്ചാണ് നമുക്ക് എക്സാംസ് വരുന്നത്. ദെൻ നമ്മൾ 22nd നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എക്സാം വരുന്നുണ്ട്. രാവിലെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് വരുന്നുണ്ട്. ഓക്കെ, രാവിലെ നിങ്ങൾക്ക് വരുന്നത് ഏതാണ്, രാവിലെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് കാണാം. അതേപോലെ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സാമും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഒരാഴ്ചത്തെ നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഠിക്കാൻ എവിടെയും ദിവസങ്ങളില്ല. അപ്പൊ മാത്സ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും അത്യാവശ്യം ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിനുണ്ട്. ഇത് നമ്മൾ എക്സാമിന് തലേന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു വെക്കാം. കാരണം എക്സാമിന്റെ തലേന്ന് പഠിക്കാൻ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ എന്തായാലും ഒരു 17-ാം തീയതി പഠിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ 17-ാം തീയതി മാത്സും സോഷ്യലൊന്നും പഠിക്കാനായിട്ട് ഇരിക്കില്ല അല്ലെ. അപ്പൊ നിങ്ങൾ 17-ാം തീയതി ഒക്കെ ആയിട്ടായിരിക്കും ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ ഈ ഒരാഴ്ച നിങ്ങൾ എന്തിനു ഫോക്കസ് ചെയ്യണം, ഈ പറഞ്ഞ മാത്സും സോഷ്യൽ സയൻസും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 25th മൺഡേ ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത്. അത് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ തന്നെയാണ്. അതിനുശേഷം 26th നിങ്ങൾക്ക് ബേസിക് സയൻസ് വരുന്നുണ്ട്, അതും ആഫ്റ്റർനൂൺ ആണ്. അപ്പൊ ബേസിക് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ദിവസം കിട്ടുന്നുണ്ട്. അതായത് ആ ഒരാഴ്ചയിൽ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബേസിക് സയൻസ് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് നേരത്തെ പഠിക്കേണ്ടെന്നല്ല, എന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു 2 ദിവസം അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യം എൻ്റെ കുട്ടികൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സ് നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പഠിക്കണം. എക്സാമിന്റെ തലേന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ സോഷ്യൽ സയൻസും, മാത്സും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഈ 2 സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഡേയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എക്സാമിന്റെ തലേന്ന് എന്നുള്ള പരിപാടി ഇല്ല. കാരണം തലേ ദിവസം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. നിങ്ങൾ ഒരു എക്സാം കഴിഞ്ഞ് വരുന്നു, അന്നാണ് പിന്നെ പഠിക്കുക അല്ലെ. അതുപോലെ മാത്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സോഷ്യൽ പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം കുറേ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഈ 2 സബ്ജക്ട്സ് നിങ്ങൾ ഈ ഒരാഴ്ചയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് റിവിഷന് മാത്രമാണ് എക്സാമിന്റെ തലേന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റർഡേ സൺഡേ കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ അതിലും നിങ്ങൾക്ക് ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം എക്സാമിന്റെ ഇടയിൽ വരുന്ന ശനി ഞായറൊക്കെ നമുക്ക് ചിലപ്പോൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലർക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ലാംഗ്വേജസ് ആയാലും ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ പഠിക്കാനായാലും ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരാഴ്ച, അതായത് ഒരു 15-ാം തീയതി തൊട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജസ് പഠിക്കണം. 15, 16, 17 ഈ 3 ദിവസങ്ങൾ നിങ്ങൾ ലാംഗ്വേജസിന് വേണ്ടി മാറ്റി വയ്ക്കുക.
ഓക്കെ. ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി ആയാലും അതിനൊക്കെ നിങ്ങൾ ആ ഒരു ദിവസം 15 തൊട്ടിട്ടുള്ള ദിവസങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഈ ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇന്ന് തൊട്ട് 15-ാം തീയതി വരെയുള്ള ആ ഒരു ഗ്യാപ്പിൽ വേണം നിങ്ങൾ ബാക്കിയുള്ള ഒരുവിധം സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓണം എക്സാമിന് വേണ്ടി മിഷൻ 15 ഡേയ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുകയാണ്. അപ്പോൾ 1 ഷോട്ട് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. കറക്റ്റ് ടൈമിൽ ഓക്കെ നമ്മുടെ ലൈവിലേക്ക് വരാം കേട്ടോ, കറക്റ്റ് ടൈമിൽ. അപ്പോൾ ഇന്ന് 7:30ക്കാണ് നമ്മുടെ ആദ്യത്തെ 1 ഷോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ലൈവിലേക്ക് വരാനായിട്ട് നോക്കുക. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഇനി ഈ ചാനലിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ ബാച്ചിൽ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാരണം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഇന്ന് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള 2499 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. നാളെ മുതൽ നമ്മുടെ ഫീസ് മാറും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ പ്രൈസിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓണം എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിൽ തന്നെ പോവുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക.